യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും അതെല്ലാം കേൾക്കുമ്പോഴും അതിലേക്ക് ഇറങ്ങി എല്ലാം പരിശോധിച്ചാൽ മാത്രമാണ് ആ കാര്യത്തിലെ എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മോശമായ പ്രവൃത്തികളും ദുരിതവും ദുഷിച്ചവുമായ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്ത ഒരു മനുഷ്യനാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. നിസ്സംശയം നമുക്ക് ആ ഒരു പേര് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും മോശമായ പ്രവൃത്തികളുടെ എല്ലാം കൊണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ ഓരോ മനുഷ്യന്റെ ഇരു കണ്ണുകളെയും അടപ്പിക്കുന്നതാണ്. പ്രായപൂർത്തിയാകാത്ത ഓരോ കുഞ്ഞുങ്ങളെയും പോലും പീഡിപ്പിച്ചു കൊന്നും മറ്റും എല്ലാം ചെയ്തു കൂട്ടിയ അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഫയൽസുകളിൽ വന്നിട്ടുള്ള ഓരോ വീഡിയോസും ഫോട്ടോസും എല്ലാം വളരെയേറെ നീറുന്ന വേദനയാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാക്കുന്നത് പോലും. ഓരോ മുസ്ലിം സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഈ ഫയൽസുകളിൽ വന്ന ഓരോ കാര്യങ്ങൾ ഇതിലേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദശലക്ഷ മുഅ്മിൻ സത്യവിശ്വാസികൾ വന്നു ചേരുന്ന വന്നൊരുമിച്ച് അള്ളാഹുവിങ്കൽ ആരാധിക്കുന്ന ഒരു സ്ഥലമാണല്ലോ, പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലമാണല്ലോ പരിശുദ്ധമായ ഹറം, പരിശുദ്ധമായ കഅബ എന്നത്. ആ കാമ്പയിൽ അണിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു കറുത്ത കിസ്വ അത്രയേറെ പവിത്രമായ ദർജയുള്ള ഒരു സാധനവുമാണല്ലോ. ഇപ്പോൾ കാണുന്നത് ജെഫ്രി എപ്സ്റ്റീന്റെ വീട്ടിൽ അദ്ദേഹം തറയിൽ ചവിട്ടു തുണിയായിട്ട് ഇട്ടിരിക്കുന്നത് പരിശുദ്ധമായ കഅബയുടെ കറുത്ത കിസ്വയാണ്. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തത് പോലും UAE വലിയ വലിയ ബിസിനസ്സുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവര് വഴിയാണ് പരിശുദ്ധമായ ആ കഅബയുടെ ആ കറുത്ത കിസ്വ ഇദ്ദേഹത്തിന് കിട്ടുന്നത് പോലും. നമുക്കറിയാം, ഒരുപാട് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ വന്ന് വീഴുന്ന ഒരു തുണിയാണല്ലോ ആ കറുത്ത കിസ്വ. ആ കറുത്ത കിസ്വയാണ് അദ്ദേഹം തറയിൽ ചവിട്ട് തുണിയായിട്ട് ഇട്ടിരിക്കുന്നത് പോലും. ഈ ഒരു വാർത്ത കേട്ടതോടുകൂടി ഓരോ മുഅ്മിൻ സത്യവിശ്വാസികൾക്കും വളരെയേറെ നീറുന്ന വേദനയാണ് ഉള്ളിൽ ഉണ്ടാകുന്നത് പോലും. ആ ഒരു ഞെട്ടല് മാറുന്നതിന് മുമ്പ് തന്നെ ഇതാ എപ്സ്റ്റീൻ ഫയൽസുകളിൽ നിന്ന് അടുത്ത പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ജെഫ്രി എപ്സ്റ്റീൻ പണിഞ്ഞ ഒരു ചെറിയ കെട്ടിടമാണ്. ഈ കെട്ടിടം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഐലൻഡിലാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഐലൻഡ് ഉണ്ട്, സ്വന്തമായിട്ടൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ മോശപ്പെട്ട മ്ലേച്ഛമായ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലും. ആ ഒരു സ്ഥലത്ത് ഈ ഒരു കെട്ടിടം എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ഒരാൾ ഈ ഒരു കെട്ടിടത്തെ നോക്കിയാൽ ഇതൊരു പള്ളിയാണെന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം അതേ ആകൃതിയിൽ അതേ രൂപത്തിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പോലും. വെള്ളയിൽ നീല ഡിസൈനും മേളിലൊരു കുപ്പ പോലുള്ള ഒരു രൂപത്തിലുള്ള ഒരു കാര്യവുമാണ് ആ ഒരു കെട്ടിടത്തിലുള്ളത്. വർഷങ്ങളായി ഇതെന്തിനാണ്, ഈ കെട്ടിടത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ജെഫ്രി എപ്സ്റ്റീന്റെ സഹായികളെ പിടികൂടിയ സമയത്ത് അവരെല്ലാം പറഞ്ഞത് ഇതൊരു മ്യൂസിക് ക്ലബ്ബാണ്, ഇതൊരു ജിമ്മാണ് എന്നൊക്കെയാണ്. എന്നാൽ പിന്നീട് പല തെളിവുകളോടെയും അതെല്ലാം കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു. എന്നാൽ ജെഫ്രി എപ്സ്റ്റീൻ പറയുന്നത് അതൊരു മസ്ജിദ് എന്ന നിലയിലാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിലല്ല അദ്ദേഹം ഈ ഒരു കെട്ടിടം ഒരു മസ്ജിദ് എന്ന പേരിട്ടത്. ഒരു ജൂതമതത്തിൽ ജനിക്കുകയും ഇത്രയും മോശമായ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എന്തിനാണ് ഒരു പള്ളി കെട്ടുന്നത് എന്നൊരു ചോദ്യം അപ്പോഴാണ് വരുന്നത്. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു UAE വലിയ വലിയ ബിസിനസ്സുകാരുമായും സൗദി അറേബ്യയിലെ വലിയ വലിയ അറബികളുമായും രാഷ്ട്രീയ നേതാക്കളുമായിട്ട് വലിയൊരു ബന്ധം പുനഃസ്ഥാപിക്കാനും അത് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്. അതായത് അവര് നോക്കുമ്പോൾ ഈ ഒരു പള്ളിയായിട്ട് കാണുകയും ആ ഒരു സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ബന്ധം നിലനിൽക്കാനും ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ഒരു പള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത് പോലും. നേരത്തെ നമ്മൾ പറഞ്ഞ ഞെട്ടിക്കുന്ന സംഭവമായ ആ ഒരു പരിശുദ്ധമായ കഅബയിലെ ആ കറുത്ത കിസ്വ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കറുത്ത കിസ്വ പോലും ഈ കെട്ടിടത്തിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ആ വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ഇടയിലാണ് മറ്റൊരു വാർത്ത വരുന്നത് പോലും. കാരണം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. പള്ളികളിൽ അല്ലാഹ് എന്ന നാമം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം അല്ലാഹ് എന്ന നാമത്തിന് പകരം അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാൻ എന്നത്.
ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേരിലുള്ള ജെയും ഇയും എന്ന് പറയുന്ന ഈ 2 അക്ഷരങ്ങൾ അള്ളാഹ് എന്ന നാമം എവിടെ വരുന്നോ അവിടെ വെട്ടിയിട്ട് ഈ അക്ഷരം ചേർക്കാനാണ് കൽപ്പിച്ചത് പോലും. അതിനുവേണ്ടി അദ്ദേഹം ഒരുക്കിയ ഒരാളായിരുന്നു റൊമേനിയൻ ആർട്ടിസ്റ്റ് ആയിരുന്ന കലാകാരനായ പെയിന്ററുമായിരുന്ന അയോൺ നിക്കോള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. അള്ളാഹ് എന്ന പദത്തിന് പകരം അദ്ദേഹത്തിന്റെ പേര് ചേർക്കുമ്പോൾ ആ ഒരു പ്രവൃത്തി നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ചിന്ത പോയ വരിയാണ്. അതായത് താനാണ് വലിയവൻ, താൻ തന്നെയാണ് ഏറ്റവും വലിയ നേതാവ് എന്നൊരു അഹങ്കാരത്തിന്റെ ചിന്തയാണ് ആ ഒരു ജെഫ്രി എപ്സ്റ്റീന്റെ മനസ്സിൽ വന്നു പോയിട്ടുള്ളത്. ഞാനാണ് അള്ളാഹു എന്ന് പറയുന്ന തരത്തിലുള്ള ഓരോ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയിൽ വന്നു പോയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ചിന്തിച്ചിരുന്ന ഞാനാണ് നിങ്ങളുടെ നേതാവെന്നും ഞാനാണ് നിങ്ങളെല്ലാം ഭരിക്കുന്നതെന്നും ഞാനാണ് അള്ളാഹു എന്നും കൽപ്പിച്ചിരുന്ന നിമ്രോദും അതുപോലെ തന്നെ ഫിർഔനും പോലുള്ള ആളുകൾ ആ ഒരു നിലയിലാണ് ഇദ്ദേഹത്തിന്റെ ചിന്തയും എത്തിച്ചേരുന്നതെന്ന് നമുക്കെല്ലാം ഈ ഒരു പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഏറ്റവും വലിയ സത്യം എന്നത് ആ നിമ്രോദ് ആയാലും ഫിർഔൻ ആയാലും ഈ പറയപ്പെട്ട ജെഫ്രി എപ്സ്റ്റീൻ ആയാൽ പോലും ഇവരൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അന്നും ഇന്നും ഇനി എന്നും കാണുന്നവനാണ്. അള്ളാഹു തആല എന്നെന്നും നിലനിൽക്കുന്നവനാണ്. പരിശുദ്ധമായ ഇസ്ലാമിലെ ഏതെങ്കിലും ചിഹ്നങ്ങൾക്കോ ഏതെങ്കിലും നിയമങ്ങൾക്കോ സ്വന്തം സ്വാർത്ഥതയുടെ പേരിൽ മാറ്റം വരുത്തുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നല്ല കളിയല്ലായിരിക്കും. കാരണം ആ കളി നേരെ കളിക്കുന്നത് അള്ളാഹു തആലയോടാണ്. ഈ കളി തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ആരെയും ഒരിക്കലും വെറുതെ വിടുകയില്ല. കാരണം ഫിർഔനിന്റെ അവസാനമായാലും നമ്രൂദിന്റെ അവസാനമായാലും ഇവരുടെ എല്ലാം അവസാനം വളരെയേറെ മോശമായിരുന്നു എന്നതെല്ലാം നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ഓരോ മോശമായ ജനങ്ങളെ തൊട്ടും ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും തൊട്ടും നമ്മെ ഏവരെയും അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയോടുകൂടി മുഅ്മിനായി തന്നെ ജീവിക്കുവാനും അതുപോലെ മുഅ്മിനായിട്ട് തന്നെ മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.